നമസ്കാരം. ഞങ്ങൾ ഇന്ന് രാവിലെ പോകുന്നതേ നമ്മുടെ മല്ലപ്പള്ളിയിൽ മണിമലയാറിൻ്റെ തീരത്തൊരു ക്ഷേത്രമുണ്ട്, തിരുമാലിട ശിവക്ഷേത്രം. അപ്പോൾ ആ തിരുമാലിട എന്ന് പറയുന്ന തിരുമാലി എന്ന് പറയുന്ന ഒരു വേടസ്ത്രീ. അപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ക്ഷേത്രത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് അത് ദേവി ആയിരുന്നു എന്നോ. അപ്പോൾ ഈ തിരുമാലി ദേവിക്ക് വേണ്ടി അവിടെ ഒരു നട തന്നെയുണ്ട് ക്ഷേത്രത്തിൽ. അപ്പോൾ അത് പിന്നീടാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്ന തിരുമാലി എന്ന് പറയുന്ന ഒരു വേടസ്ത്രീ ആയിരുന്നു. ആ വേടസ്ത്രീയാണ് സ്വയംഭൂവായ ശിവലിംഗം കണ്ടെടുക്കുന്നതെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് തിരുമാലിട മഹാദേവ ക്ഷേത്രം എന്ന പേര് വന്നത്. അപ്പം ആ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പം നമുക്ക് അവിടെ ചെന്ന് തിരുമാലി നടയും കാണാം, മഹാദേവ ക്ഷേത്രവും ഒന്ന് കാണാം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. നമുക്ക് പോവാം. എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത്. കൈലാസ പരിക്രമം കഴിഞ്ഞ് തിരിച്ചു വന്ന എനിക്ക് ഞാൻ എപ്പോഴും ശിവക്ഷേത്രങ്ങളായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തിയത്. ഇവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കിഴക്കേ നട. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ അവിടുത്തെ അമ്പലത്തിൻ്റെ മാനേജരെ കണ്ടു. വീഡിയോ എടുക്കുന്നതിനെ പറ്റിയുള്ള അനുവാദം ചോദിച്ചു. അദ്ദേഹം എനിക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം തന്നു. ഒരു സാധുവായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അതിൻ്റെ അനുസരിച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയണം, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം തരാമെന്നും പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാം ഞങ്ങൾ ചിത്രീകരിച്ചു. മണിമലയാറിൻ്റെ തീരത്തെയൊക്കെ നോക്കി പടിഞ്ഞാറേറ്റ ദർശനമായിട്ടാണ് മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രമെല്ലാം ചിത്രീകരിച്ച് അവിടെ എല്ലാ ഭാഗത്തും പോയി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ചിത്രീകരണം കഴിഞ്ഞു. മണിമലയാറിൻ്റെ തീരത്ത് ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള സ്റ്റേജുകളും കാര്യങ്ങളും ഒക്കെ കെട്ടുന്നുണ്ടായിരുന്നു. അതുമെല്ലാം ഞങ്ങൾ എടുത്തു. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് നേരെ മാനേജറുടെ എത്തിയപ്പോൾ അവിടെ മുന്നിലായിട്ട് മാനേജറുടെ കൗണ്ടറിന് മുന്നിലായിട്ട് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൈക്കൊക്കെ റെഡിയാക്കിക്കോളൂ, ഞാൻ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐതിഹ്യങ്ങൾ കേൾക്കുന്നതിന് ഞാൻ മൈക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കിന് എവിടെ നിന്നോ 1-2 പേരോട് വന്നു. അവർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരും ഇവിടുത്തെ കമ്മിറ്റിക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അപ്പോൾ കസേര കിടക്കുമല്ലേ, അപ്പോൾ നമുക്ക് കസേരയിൽ എല്ലാവരും നേരം തിരുന്നോട്ടെ, അപ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ പറയുന്ന ഈ മാനേജർ, അദ്ദേഹം ഒരു സാധു, അദ്ദേഹത്തിന് ഒരു 7-ാം കൂലിയുടെ വില പോലും എനിക്കവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അപ്പോൾ അവിടെ എത്തിച്ചേർന്ന ഒരു വ്യക്തി, അയാൾ ഞങ്ങൾക്ക് അഭിമുഖം തരാനോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഐതിഹ്യം പറയാനോ അയാൾ തയ്യാറായില്ല. അയാൾ സമ്മതിച്ചില്ല. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയാനായിട്ട് മാനേജറെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. അവർ വേറെ 2-3 കമ്മിറ്റി അംഗങ്ങളുണ്ടായിരുന്നു. അവരാരും ഒന്നും തന്നെ മിണ്ടിയില്ല. ഇയാൾ അതിനെതിരെ പറഞ്ഞു, കൊടുക്കണ്ട, അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഞാനൊരു ഹൈന്ദവനായതുകൊണ്ടുമാണ് ഞാൻ ആ ക്ഷേത്രത്തിൽ വീഡിയോ എടുക്കാൻ ചെന്നതും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചോദിച്ചതും. എനിക്കിന്നിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായ ഒരാളിൽ നിന്ന് ആ ക്ഷേത്രത്തെപ്പറ്റിയും അവിടെ ജനിച്ചു വളർന്ന ആളിൽ നിന്നും അതിൻ്റെ ഐതിഹ്യങ്ങൾ കിട്ടണമെന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടല്ലേ ഞാനവിടെ ചെന്നതും ഇതിൻ്റെ ഐതിഹ്യത്തിന് വേണ്ടി ചോദിച്ചതും. പക്ഷേ അവരെനിക്ക് അവിടുത്തെ ഐതിഹ്യം തരാൻ തയ്യാറായില്ല. നമുക്കത് അങ്ങേയറ്റത്തെ വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിപ്പോയി. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം പ്രശസ്തമാവുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുറംലോകം അറിയുമ്പോഴല്ലേ ആ ക്ഷേത്രങ്ങൾ പ്രശസ്തമാവുന്നത്. അതിന് തയ്യാറാവാതെ ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുക അവിടുത്തെ കമ്മിറ്റികൾ ചെയ്തത്. ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ഏത് ക്ഷേത്രത്തിലുണ്ടാവുമോ അത് ക്ഷേത്രത്തിൻ്റെ പുരോഗതി പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല, ക്ഷേത്രത്തിൻ്റെ അധോഗതിയായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിപ്പോയത് തിരുവല്ല കൂടാരപ്പള്ളിയിലേക്കാണ്. അവിടെ ചെന്ന് സെക്രട്ടറിയെ കണ്ടു. വീഡിയോ എടുക്കുന്ന അനുവാദം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടി അദ്ദേഹം അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. എനിക്ക് അച്ഛൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാളെത്തി. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ഞാനാണ് ഈ പള്ളിയുടെ മാനേജർ, എന്നെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ് താങ്കൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതിന് വേണ്ടി. ഈ പള്ളിയുടെ ചരിത്രവും ഐതിഹ്യവും ഇതിൻ്റെ വാസ്തുവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്ത് സഹായം വേണേലും എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞ്
ഞാൻ ആ വീഡിയോ എടുത്ത് തിരിച്ചു പോരുന്നത് വരെ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നെ ക്ഷയിക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞയച്ചത്. അപ്പോൾ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പുറംലോകത്തെ അറിയിക്കുക, നല്ല രീതിയിലുള്ള പ്രതികരണം പുറംലോകത്തു നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഭിമാനമെന്ന് പറയുന്നത്. ആ രീതിയിൽ ഒരു അന്യ മതസ്ഥനായ എനിക്ക് അവർ നൽകിയ ആ ആദരവും സ്നേഹവും എൻ്റെ സമുദായത്തിൽ നിന്നും എൻ്റെ വിശ്വാസത്തിൽ നിന്നും എനിക്ക് കിട്ടിയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.